1958 ഡൽഹിയിലെ മേയർ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനസംഘവുമായി കൂട്ടുകൂടിയതിന്റെ ചരിത്രം നമ്മുടെ രേഖകളിലുണ്ട്. മാത്രമല്ല സർ, 1967 ഇന്നും ഇന്നലെയും തുടങ്ങിയ ബാന്ധവമല്ല ഇത്. 1967 സംയുക്ത വിധായക് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശിൽ ചരൺ സിംഗിനെ മുഖ്യമന്ത്രിയാക്കിയതാരാണ്? നിങ്ങളും ജനസംഘവും കൂടി. മാത്രമല്ല, നിങ്ങൾ ജനസംഘവും, നിങ്ങൾ മന്ത്രി ഉണ്ടായിരുന്നു. നിങ്ങളുടെ മന്ത്രിയുടെ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ പേര് ജാർഖണ്ഡ് എന്ന് പറയുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ ചരൺ സിംഗിന്റെ മന്ത്രിസഭയിൽ നിങ്ങൾ അന്നത്തെ ജനസംഘവുമായി കൂട്ടുകൂടിക്കൊണ്ട് നിങ്ങൾ മന്ത്രിസഭയുണ്ടാക്കി. നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? കോൺഗ്രസിനെ ഇല്ലാതെയാക്കുക. നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? കോൺഗ്രസിനെ ഇല്ലാതെയാക്കുക. അത് മാത്രമാണോ? 1967 പഞ്ചാബിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സത്യപാൽ ഡങ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഉണ്ടായിരുന്നു. മറ്റു മന്ത്രിമാരാരാ? അകാലിദളിന്റെ മന്ത്രി. മറ്റു മന്ത്രിമാരാരാ? ജനസംഘത്തിന്റെ മന്ത്രി. നിങ്ങൾ കുറുമുന്നണി ഉണ്ടാക്കി, കൂട്ടുമുന്നണി ഉണ്ടാക്കി. നിങ്ങൾ ജനസംഘവുമായി കഴിഞ്ഞ കാലത്ത് എത്രയോ ഭരണം നിങ്ങൾ പങ്കിട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷം. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത്, എന്ത് പറയുന്നത്? ഞങ്ങൾ ജനാധിപത്യ മതേതരത്വത്തിന്റെ കാവൽക്കാർ, ഞങ്ങൾ അതിന്റെ അപ്പോസ്തലന്മാർ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. 1977 കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഏത് ചെകുത്താനുമായി കൂട്ടുകൂടി കോൺഗ്രസിനെ പുറത്താക്കുമെന്ന് ആദ്യം പറഞ്ഞതാരാ? EMS നമ്പൂതിരിപ്പാടാണ്. നിങ്ങൾ കൂടിയില്ലേ? നിങ്ങൾ കൂടുക മാത്രമല്ല, ഞാനിപ്പോഴും ഓർക്കുകയാണ് സർ, ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അന്ന് നിങ്ങൾ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മുന്നിൽ നിൽക്കുന്നു, വലതുഭാഗത്ത് ജനസംഘത്തിന്റെ നേതാവ് നിൽക്കുന്നു. എന്നിട്ട് വിളിച്ച മുദ്രാവാക്യം എന്താണ്? അന്ന് വിളിച്ചത് ബഹുഗുണ പോയി, ഗുണവും പോയി, നന്ദിനി പോയി, നാറിപ്പോയി, കോൺഗ്രസ് ആകെ പാറിപ്പോയി, ജഗജീവൻ പോയി, ജീവൻ പോയി, നാട് ഭരിക്കാൻ മൊറാർജി ദേശായി, നാട് ഭരിക്കാൻ അടൽ ബിഹാരി, നാട് ഭരിക്കാൻ അഡ്വാനി എന്ന മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളാണോ? ഇന്ത്യയിലെ മതേതരത്തെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളാണ് മുന്നിട്ടിറങ്ങി, നിങ്ങളാണോ പോസ്റ്റലന്മാർ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് സർ? വിശദാംശങ്ങളിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, എന്തിനേറെ ആണവ കരാറിന്റെ പേരിൽ നിങ്ങൾ കോൺഗ്രസിന്റെ പിന്തുണ പിൻവലിച്ചു. ആ ഗവൺമെന്റിനുള്ള പിന്തുണ നിങ്ങൾ പിൻവലിച്ചു. ആ പിന്തുണ പിൻവലിച്ച് ആ വിശ്വാസ പ്രമേയം ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സായിരുന്നുവെങ്കിൽ ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്? BJP ആയിരുന്നു എന്ന് കൃത്യമായ ബോധ്യം നിങ്ങൾക്കില്ലേ? എങ്ങനെയാണ് അന്ന ഹസാരെ കൊണ്ടുവന്നത്? നിങ്ങൾ ഒരുമിച്ച് നിന്നത് എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രിയാക്കിയ കാര്യം അതുകൊണ്ട് ഞാൻ നിയന്ത്രിക്കുന്നു സർ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, അത് ക്വിറ്റ് ഇന്ത്യ സമരം മുതൽ ഇന്ന് 2026 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ, എന്നും ജനസംഘത്തെ അല്ലെങ്കിൽ BJPയുടെ ആത്മ രൂപത്തെ അല്ലെങ്കിൽ BJPയെ കൂട്ടുപിടിച്ച ചരിത്രം മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് എന്ന് കൃത്യമായി രേഖകളാണ് പറയുന്നത്. ഇന്ത്യൻ ആർക്കീവ്സിലെ രേഖകളാണ് പറയുന്നത്. ശബ്ദം വെക്കുന്ന ആർക്ക് വേണമെങ്കിലും ആ ലെറ്ററിന്റെ കോപ്പി ഞാൻ തരാം. ആർക്കീവ് എന്ന് പറഞ്ഞു.